പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് 3 ആപ്പിൾ നന്നായി കഴുകി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസുകളാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഇത് കുക്കറിലിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 3 മുതൽ 4 വിസിൽ വരെ അടിച്ചു കൊടുത്ത് നന്നായി വേവിച്ചെടുക്കുക. ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് 3 വലിയ സ്പൂൺ നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചമുളകിൻ്റെ 2 ഇതുപോലത്തെ പീസുകളാണ് എടുത്തിട്ടുള്ളൂ, അത് ഇട്ട് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക. ഒരു വലിയ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ പോയോന്ന് ചെക്ക് ചെയ്യാം. വിസിൽ നന്നായി പോയതിന് ശേഷം കുക്കർ തുറന്നിട്ട് മറ്റൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആപ്പിൾ പീസസും അതിൻ്റെ വെള്ളവും ചേർത്ത് ആ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആപ്പിൾ പീസസ് എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്, വളരെ സോഫ്റ്റാണ്. ഒരുപാട് സ്പൂൺ വെച്ചിട്ട് ഇളക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല രീതിയിൽ തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. നമ്മൾ മധുര പച്ചടിയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഈ ആപ്പിൾ പീസസിന് ലൈറ്റ് യെല്ലോ കളർ ഉണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കടുക് പൊട്ടിച്ച് താളിച്ച് ചേർക്കുന്ന സമയത്ത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ യെല്ലോയിഷ് കളർ നമുക്ക് കിട്ടും. നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. അധികം പുളിയില്ലാത്ത, കട്ടകളൊന്നും ഇല്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 വലിയ സ്പൂൺ തൈരാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈരാണത്. മറ്റൊരു പാത്രത്തിലേക്ക് ഇത് പകർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. അതിനായിട്ട് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്ത്
സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയുടെ കളറ് ഇരിക്കും തോറും യെല്ലോയിഷ് കളറ് കൂടി കൂടി വരും. അത് തണുത്തതിന് ശേഷം ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റുള്ള ഒരു പച്ചടിയാണിത്. നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇലയിൽ നമ്മൾ ഈ പച്ചടി വിളമ്പുമ്പോൾ ഒലിച്ചു പോകത്തൊന്നുമില്ല, അതുപോലെ തന്നെ ഇരിക്കും. അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. വളരെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം.